കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന ആരോപണം. ഗർഭപാത്രം നീക്കുന്നതിനിടെയുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ പേരാമ്പ്ര സ്വദേശി വിലാസിനിയാണ് മരിച്ചത്. ഗർഭപാത്രം നീക്കുന്നതിനിടെ കുടൽ മുറിഞ്ഞുപോയി. വീണ്ടും ശസ്ത്രക്രിയ നടത്തിയെങ്കിലും രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. കുടുംബത്തിന്റെ പരാതിയിൽ ഗൈനക്കോളജി വിഭാഗം മേധാവിയോട് ആശുപത്രി അധികൃതർ റിപ്പോർട്ട് തേടി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ശസ്ത്രക്രിയയ്ക്കായി വിലാസിനിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. വെള്ളിയാഴ്ച ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ നടന്നു. കുടലിന് ചെറിയ പോറലേറ്റുവെന്നും അതിനുള്ള ചികിത്സ നൽകിയിട്ടുണ്ടെന്നും സാധാരണ ഭക്ഷണം കൊടുക്കണമെന്നും ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് വാർഡിലേക്ക് മാറ്റിയ വിലാസിനിക്ക് വേദന കൂടി. ബോധരഹിതയായപ്പോഴേക്കും വീണ്ടും തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ശസ്ത്രക്രിയയെ തുടർന്നുള്ള അണുബാധയും ഹൃദയസ്തംഭനവുമാണ് മരണകാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. അതേസമയം ആശുപത്രിയുടെ വിശദീകരണത്തിൽ കുടുംബം തൃപ്തരല്ല. 2017 നവംബർ 30 മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം മറന്നുവെച്ച സംഭവത്തിൽ ഹർഷനി എന്ന യുവതി നേരത്തെ പരാതിപ്പെട്ടിരുന്നു. വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം വെച്ചതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് 5 വർഷത്തിനിടെ 9 ശസ്ത്രക്രിയകൾക്ക് താൻ വിധേയമാകേണ്ടി വന്നുവെന്ന് കാണിച്ച് ഹർഷിന കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകിയിരുന്നു. വേണ്ടത്ര മരുന്നും ചികിത്സാ സൗകര്യവുമില്ലാതെ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾ വലയുകയാണ്. പല ആശുപത്രികളിലും സർക്കാർ കുടിശ്ശിക കൊടുത്ത് തീർക്കാത്തതിനാൽ മരുന്നുകൾക്ക് വേണ്ടി ജനം പ്രൈവറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ആശ്രയിക്കേണ്ടി വരുന്നു. അതേസമയം പാലക്കാട് മെഡിക്കൽ കോളേജിലും ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ നിയമസഭയിൽ ഉന്നയിച്ചു. ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രീ എ പി അനിൽകുമാർ വകുപ്പ് മന്ത്രിയും ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരിക്കുമ്പോഴുമാണ് സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ ആദ്യത്തെ പട്ടികജാതി പട്ടികവർഗ മെഡിക്കൽ കോളേജ് പാലക്കാട് ആരംഭിക്കുന്നത്. ഏതാണ്ട് 25 ലക്ഷത്തോളം മനുഷ്യർ ആശ്രയിക്കേണ്ടുന്ന മെഡിക്കൽ കോളേജിനെ സാങ്കേതികത്വത്തിന്റെ ചുവപ്പ് നടയിൽ കൊല്ലുകയാണ് ഈ സർക്കാർ. 500 ബെഡുകളുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കാനുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുള്ള ആശുപത്രിയിൽ മതിയായ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ പാരാമെഡിക്കൽ ജീവനക്കാരുടെയോ നിയമനം നടക്കുന്നില്ല. ആകെയുള്ള ജീവനക്കാർ പോലും താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യേണ്ടി വരുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ഒരു നെഞ്ചുവേദന വന്നാൽ പോലും കോയമ്പത്തൂരിനെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അവിടെ പൊലിയുന്ന ജീവനുകൾക്ക് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥ ഉത്തരവാദിയാണ്. കോളേജിൽ അടിയന്തരമായി തന്നെ കാഷ്വാലിറ്റി എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററുകൾ ആരംഭിക്കണം. CT MRI മെഷീനുകൾ വാങ്ങണം. മോർച്ചറി പോസ്റ്റ്മോർട്ടം സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിക്കണം. അനുവദിക്കപ്പെട്ടിട്ടുള്ള സെൻട്രൽ ലബോറട്ടറി, ഹൌസ് സർജൻസ് ക്വാർട്ടേഴ്സ്, കിച്ചൺ, മെസ്, ഡൈനിങ് ഹാൾ എന്നിവയുടെ പണി ആരംഭിക്കണം. പുതിയ ഹോസ്റ്റൽ ബ്ലോക്ക്, ആധുനിക ഓഡിറ്റോറിയം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. IP-OP സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വകയിരുത്തിയതും ചെലവഴിച്ചതുമായ കോടികൾക്കപ്പുറം ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനം ഇതുകൊണ്ടുണ്ടായി എന്ന് സർ, മെഡിക്കൽ കോളേജിന്റെ DPR ഉൾപ്പെട്ട അക്കാദമിക് ബിൽഡിംഗ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകൾ, ചുറ്റുമതിൽ നിർമ്മാണം, ഭൂഗർഭജല സംഭരണി, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട്. 21 മുതൽ OP സൗകര്യം ആ കോളേജിൽ ആരംഭിച്ചിട്ടുണ്ട്. പണി പൂർത്തീകരിച്ച ഹോസ്പിറ്റൽ വാർഡ് ബ്ലോക്കിൽ 2024 മാർച്ച് 12 മുതൽ 120 കിടക്കളോട് കൂടിയിട്ടുള്ള IP സൗകര്യം സജ്ജീകരിച്ചു. ഫയർ NOC ലഭ്യമായതോടുകൂടി അത്യാഹിത വിഭാഗം ഉൾപ്പെടെ പൂർണ്ണ തോതിലുള്ള പ്രവർത്തനം സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു. 13 ഡിപ്പാർട്ട്മെന്റുകൾ ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു. ICU ഓപ്പറേഷൻ തിയേറ്റർ എന്നിവ സജ്ജമാക്കി. ലാബ്, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. നിലവിൽ കോളേജിൽ ബ്ലഡ് ബാങ്ക്, ഡയാലിസിസ് യൂണിറ്റ് എന്നിവ ഏർപ്പെടുത്തുന്നതിനായിട്ടുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു. മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് 23-24 ഒരു നഴ്സിംഗ് കോളേജും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 5 ബാച്ചുകളിലായി 500 വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിക്കുകയും 5 ബാച്ചുകളിലായി 500 വിദ്യാർത്ഥികൾ പഠനം നടത്തിവരികയുമാണ്. വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സൗകര്യങ്ങൾ, ടീച്ചിംഗ് ഹോസ്പിറ്റൽ എന്നിവ നിലവിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പഠനം പൂർത്തീകരിച്ചത് പാലക്കാട് മെഡിക്കൽ കോളേജിലേത് മെച്ചപ്പെട്ട വിജയ ശതമാനമാണ് സർ. കഴിഞ്ഞു 4 ഡിപ്പാർട്ട്മെന്റുകളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ആരംഭിച്ചു. 6 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ കൂടി ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു സാർ. സാർ ഇത് ലംഘിക്കുകയാണെന്ന് ടേബിൾ ചെയ്യാം.